ഉണ്ടാക്കാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ സ്നോ ആണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ക്രിസ്മസ് സീസണൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് വൈറ്റ് സ്നോ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ സെറ്റിനകത്ത് നമുക്കുള്ളത് 2 സ്നോ പൗഡറിന്റെ കുപ്പി ഉണ്ട്, പിന്നെ ഒരു ബ്രഷ് ഉണ്ട്, പിന്നെ 4 കണ്ണുകളുണ്ട്, കുറച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു പേപ്പർ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്നോ പൗഡർ എന്ന് പേര് മാത്രമല്ല കേട്ടോ, കൊട്ടിയിട്ടൊരു കട്ടയാണ് പുറത്തേക്ക് വീണത്. പിന്നെ ഞാൻ അത് വെച്ച് അങ്ങോട്ട് തൃപ്തി അടഞ്ഞു. എല്ലാം കൂടെ കമഴ്ത്തിയിട്ട് ആദ്യം തന്നെ കുളമാക്കി എടുക്കണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി സ്നോ പൗഡർ എടുക്കാം. നമുക്ക് വൈറ്റ് കളറിലെ സ്നോ ആണ് വേണ്ടതെങ്കിൽ വെറുതെ പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയാൽ മതി. ശരിക്കും അതിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരൊറ്റ സ്നോ പൗഡറിന് 1 ലിറ്റർ വെള്ളം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇനി കളറുള്ള സ്നോ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ശരിക്കും ഒരു ജെല്ലാണ് സാധനം. കുറെ പേർക്ക് ഇത് എന്താ സംഗതി എന്നുള്ളത് റിലേറ്റ് ചെയ്യാം. ഇത് ക്രിസ്മസ് ഡെക്കോറിനോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിള്ളേരെടുത്ത് വായിൽ വെക്കാണ്ട് സൂക്ഷിക്കണം കേട്ടോ. കളർ സ്നോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു 1/2 ലിറ്ററിന്റെ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ബ്ലൂ കളർ മിക്സ് ആക്കി കട്ട പിടിച്ചിരിക്കുന്ന കുപ്പിയുടെ ഉള്ളിൽ നിന്ന് ഞാൻ കുറച്ച് പൗഡർ കുത്തി എടുത്തിട്ട് നീല വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുവാണ്. കുറച്ച് പൗഡർ എത്ര ഇരട്ടിയായിട്ടാണ് വലുതായിരിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ വലിപ്പം ചെറുതാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് പഴയ പോലെ തന്നെ ആവും. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.